നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ആത്മാവ് തൊട്ടറിയുന്നൊരു പ്രാർത്ഥനയോടെ ഈ വിവരണം തുടങ്ങാം അല്ലേ? ഓം ഭൂർഭുവഃ സ്വഃ തത്സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. അപ്പോ നമ്മുടെ കഥ തുടങ്ങുന്നത് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കോളേജ് ക്ലാസ് മുറിയിൽ വെച്ചാണ്. അവിടെ ഒരു പാതിരി ഹിന്ദുധർമ്മത്തെപ്പറ്റി വളരെ മോശമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ കൂട്ടത്തിലൊരാൾക്ക് മാത്രം അത് കേട്ട് സഹിച്ചിരിക്കാൻ പറ്റിയില്ല. താൻ വിശ്വസിക്കുന്ന തന്റെ സംസ്കാരത്തിന്റെ ഭാഗമായ ഒന്നിനെപ്പറ്റി അങ്ങനെയൊക്കെ കേൾക്കുന്നത് ആ കുട്ടിക്ക് വലിയ വിഷമമുണ്ടാക്കി. ആ നിമിഷം എല്ലാ ധൈര്യവും സംഭരിച്ച് ആ വിദ്യാർത്ഥി എഴുന്നേറ്റ് നിന്നു. ക്ലാസ്സിലെ നിശ്ശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ആധികാരികമായി സംസാരിച്ചുകൊണ്ടിരുന്ന ആ പാതിരിയെ അവൻ ചോദ്യം ചെയ്തു. ചോദ്യം വളരെ ലളിതമായിരുന്നു, പക്ഷേ അതിന് നല്ല മൂർച്ചയുണ്ടായിരുന്നു. അങ്ങനെ ക്രിസ്തുമതം മറ്റു മതങ്ങളെ നിന്ദിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ? ആ ഒരൊറ്റ ചോദ്യം മതിയായിരുന്നു ആ ക്ലാസ് മുറിയിലെ അന്തരീക്ഷം ആകെ മാറാൻ. ഒരു സാധാരണ വിദ്യാർത്ഥിയിൽ നിന്ന് അങ്ങനെയൊരു ചോദ്യം പാതിരി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് കേട്ടതും അദ്ദേഹത്തിന് ശരിക്കും ദേഷ്യം വന്നു. മുഖമൊക്കെ ദേഷ്യം കൊണ്ട് ചുവന്നു. ദേഷ്യം ഒട്ടും മറച്ചുവെക്കാതെ പാതിരി തിരിച്ചൊരു ചോദ്യമെറിഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? അപ്പോ ഹിന്ദുമതം മറ്റുള്ളവരെ വല്ലാതെ പ്രശംസിക്കുന്നുണ്ടോ? ക്ലാസ് മുഴുവൻ ശ്വാസമടക്കിപ്പിടിച്ച് ആ കുട്ടിയുടെ മറുപടിക്കായി കാതോർത്തു. ഇനിയാണ് ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ആ കുട്ടി ദേഷ്യപ്പെട്ടില്ല. പകരം അഗാധമായ ജ്ഞാനത്തോടെയാണ് അവൻ മറുപടി കൊടുത്തത്. പാതിരിയുടെ കോപത്തിനു മുന്നിൽ ഒരു തരി പോലും പതറാതെ ആ കുട്ടി വളരെ ശാന്തനായി ആത്മവിശ്വാസത്തോടെ സംസാരിച്ചു തുടങ്ങി. ഇതായിരുന്നു ആ മറുപടി. അതെ, ഞങ്ങളുടെ മതം ഒരു വിശ്വാസത്തെയും നിന്ദിക്കുന്നില്ല. സാക്ഷാൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, ഏതൊരു ദൈവത്തെ ആരാധിച്ചാലും ആ ആരാധന എന്നിലേക്ക് തന്നെ എത്തുന്നത് എന്ന്. ആ ഉത്തരം നൽകിയതിനു ശേഷം അവൻ ഒന്നുകൂടി ചോദിച്ചു, ഇനി അങ്ങ് തന്നെ പറയൂ, ഇങ്ങനെ വിശ്വസിക്കുന്ന ഞങ്ങളുടെ മതം എങ്ങനെയാണ് മറ്റു വിശ്വാസങ്ങളെ നിന്ദിക്കുക? ആ ചോദ്യത്തിനു മുന്നിൽ പിന്നെ വേറൊരു മറുപടിയുണ്ടായിരുന്നില്ല. ആ കുട്ടിയുടെ വാക്കുകൾ കേട്ട് പാതിരിക്ക് ഒരക്ഷരം മിണ്ടാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ശരിക്കും സ്തബ്ധനായി നിന്നുപോയി. ക്ലാസ് മുറിയിലാകെ ഒരുതരം നിശബ്ദത പടർന്നു. അപ്പോ ആരായിരുന്നു ആ കുട്ടി? ഇത്രയും ധൈര്യത്തോടെ സംസാരിച്ച ആ വിദ്യാർത്ഥി ആരാണെന്ന് നിങ്ങൾക്കൊരു ആകാംക്ഷയില്ലേ? അവന്റെ യാത്ര അവിടെ അവസാനിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ തുടങ്ങുകയായിരുന്നു. ഭാരതീയ സംസ്കാരം തന്റെ ഓരോ അണുവിലും നിറഞ്ഞിരുന്ന ആ കുട്ടി പിന്നീട് ലോകം കണ്ട ഏറ്റവും വലിയ തത്വചിന്തകരിൽ ഒരാളായി മാറി. അതെ, നിങ്ങൾ ഊഹിച്ചത് ശരിയായിരിക്കാം. ആ വിദ്യാർത്ഥി മറ്റാരുമായിരുന്നില്ല, നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട ഭാരതം കണ്ട മഹാനായ ദാർശനികൻ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനായിരുന്നു അത്. അന്ന് ആ ക്ലാസ് മുറിയിൽ തെളിഞ്ഞ ആ ജ്ഞാനത്തിന്റെ ചെറിയൊരു തിരിനാളം പിന്നീട് ലോകം മുഴുവൻ വെളിച്ചം വീശുന്ന ഒരു ദീപമായി മാറി. അത് ചരിത്രം കണ്ട സത്യമാണ്. ഋഷിയിലെ ഇന്ത്യയുടെ ആദ്യത്തെ അംബാസഡർ, അതിനുശേഷം നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപതി, അങ്ങനെ അദ്ദേഹം വഹിച്ച ഓരോ പദവിക്കും ഒരു പുതിയ അന്തസ്സ് നൽകി അദ്ദേഹം. തന്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഭാരതത്തിന്റെ ആഴമേറിയ സംസ്കാരത്തെയും തത്വചിന്തയെയും ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ആ പ്രകാശം ലോകം മുഴുവൻ പരത്തി. നമുക്കിത്രയും പ്രചോദനം നൽകുന്ന ഈ കഥയുടെ ഉറവിടം ഗായത്രി പരിവാർ പ്രസിദ്ധീകരിച്ച സചിത്ര ബാലകഥായേൻ എന്ന പുസ്തകമാണ്.